ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. ഗ്രാൻഡ് ഗാലക്സി, തുറവൂർ. തൃക്കാക്കര സലീമിന്റെ മരണം, രണ്ടുപേർ പോലീസ് പിടി. തൃക്കാക്കര വാഴക്കാല സൈറ മനസ്സിലിൽ സലീം എന്ന 68-കാരൻ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി. ബീഹാർ നളന്ദ സ്വദേശികളായ ദമ്പതികളായ കൗശൽ കുമാർ, അസ്മിത കുമാരി എന്നിവരാണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത്. 2024 നവംബർ മാസം 29-നാണ് സലീമിനെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളും മറ്റും ഇല്ലാതിരുന്നതിനാൽ മരണകാര്യത്തിൽ ആർക്കും ആദ്യം സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിറ്റേ ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും മതാചാരപ്രകാരം മറവു ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ബന്ധുക്കൾ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണമോതിരം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയതായി മനസ്സിലായത്. പിന്നീട് പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് സലീമിന്റെ വീട്ടിലെ പ്ലംബിംഗ് ജോലികളും മറ്റും ചെയ്തിരുന്ന പ്രതികളെ സംശയിക്കുന്നത്. വീട്ടിന് സമീപത്തെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഇരുവരും തലേദിവസമായ 28-ാം തീയതി സ്ഥലത്ത് വന്നതും പോയതും സ്ഥിരീകരിച്ചു. ഇരുവരും സ്വദേശമായ ബീഹാറിലേക്ക് പോയതറിഞ്ഞ പോലീസ് തന്ത്രപൂർവ്വം ഇരുവരെയും കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. കേരളത്തിലെത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. സലീമിന്റെ പരിചയക്കാരായ ഇരുവരും സലീമിന്റെ വീട്ടിലെത്തി സംസാരിച്ചിരിക്കെ അസ്മിത കുമാരിക്ക് ശമ്പള ഇനത്തിൽ കിട്ടാനുള്ള തുക കുറച്ചു കൊടുത്തതിനെ ചൊല്ലി ഇരുവരും സലീമുമായി വാക്കുതർക്കമുണ്ടാക്കുകയും അതിനിടയിൽ കൗശൽ കുമാർ സലീമിനെ പിടിച്ച് തള്ളുകയും സലീം വീട്ടിനുള്ളിലെ ഹാളിലെ തറയിലേക്ക് വീഴുകയും ചെയ്തു. വീണതിൽ വെച്ച് അനക്കമില്ലാതെ കിടന്ന സലീമിന്റെ കയ്യിൽ കിടന്ന മോതിരങ്ങളും വീട്ടിലെ മറ്റു വസ്തുക്കളും എടുത്ത് ഇരുവരും സ്വദേശമായ ബീഹാറിലേക്ക് കടന്നുകളയുകയായിരുന്നു. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പ്രതികൾ പിടിയിലായതിനെ തുടർന്നാണ് കുറ്റകരമായ നരഹത്യക്കും മോഷണത്തിനുമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് നിലവിലെ കേസ് അന്വേഷിക്കുന്നത്. റിമാൻഡിലായ പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുദർശന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി വി ബേബിയുടെ മേൽനോട്ടത്തിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ കെ സുധീർ, സബ് ഇൻസ്പെക്ടർമാരായ വി ബി അനസ്, വി ജി ബൈജു, വി ശ്രീജിത്ത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ഷിബി കുര്യൻ, അനീഷ് ടി പി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിനോജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ഇ കെ, അനീഷ് കുമാർ എം കെ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.